മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ കഴിഞ്ഞ 7 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് ആദ്യം കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. സിനിമയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്ന പടത്തിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട്. സിനിമയ്ക്ക് നല്ലപോലെ കളക്ഷൻ ഇടിഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആദ്യ ആഴ്ച അവസാനിക്കും മുമ്പ് തന്നെയായിട്ട്. എന്തെങ്കിലും പടത്തിന്റെ 7ാമത്തെ ദിവസം ഓൾമോസ്റ്റ് 37 ലക്ഷമാണ് കേരളത്തിലെ ഗ്രോസ് ആയിട്ട് കാണാൻ സാധിച്ചത്. ഇന്നലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 17% ഡ്രോപ്പാണ് കാണാൻ സാധിക്കും. സിനിമ ബിലോ ആവറേജ് റണ്ണിങ്ങിലോട്ട് പോവുകയാണ് ആദ്യ ആഴ്ച അവസാനിക്കും മുമ്പ് തന്നെയായിട്ട്. എന്തായാലും പടത്തിന്റെ ആദ്യ ആഴ്ച കേരളത്തിൽ നിന്ന് മാത്രം 7,50,00,000 കേരള ഗ്രോസ് കളക്ഷൻ. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന സിനിമ ഇന്ത്യയുടെ മറ്റു ഭാഗത്തേക്ക് ആയിട്ട് 1,38,00,000 കാണുന്നുണ്ട്. പിന്നെ വിദേശത്തെ സിനിമയ്ക്ക് 7,05,00,000. ടോട്ടൽ സിനിമ വേൾഡ് വൈഡ് 15,93,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. വളരെ മോശമായ പെർഫോമൻസ് തന്നെയാണ് ഫസ്റ്റ് വീക്കിലെ സിനിമ കാഴ്ചവെക്കുന്നത്. പടത്തിന്റെ ബഡ്ജറ്റ് തന്നെ ഇപ്പോൾ നിലവിൽ സിനിമയുടെ കളക്ഷനായിട്ട് കാണാൻ സാധിക്കും. 15 കോടി അടുത്ത് വരും സിനിമയുടെ ബഡ്ജറ്റ് മാത്രം. പടം ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ഷെയർ മാത്രം 3,53,00,000. വേൾഡ് വൈഡ് ഷെയർ 7,48,00,000. സിനിമയുടെ കളക്ഷൻ ഡെയിലി കുറഞ്ഞു വരുവാണെങ്കിൽ എന്തായാലും ഈ പോക്ക് പോവുകയാണെങ്കിൽ സിനിമ 2ാമത്തെ ആഴ്ചയാകുമ്പോൾ മൊത്തത്തിൽ ഡ്രൈ ആവുന്നതായിരിക്കും സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ. എന്തായാലും നെസ്ലിൻ അഭിനയിച്ച മോളിവുഡ് ടൈംസ് സിനിമയ്ക്ക് വലിയ രീതിയിൽ ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് വരും ദിവസങ്ങളിൽ. അതിനു മുമ്പ് ആദ്യം കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് യൂട്യൂബ് ചാനൽ.